വടകര താലൂക്കിലെ 2 UDF സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള വോട്ട് വാങ്ങാനായി ദുബായിലെത്തി. പ്രവാസി വോട്ട് വാങ്ങിക്കൊടുക്കാനായി അബ്ദുസമദ് സമദാനിയും എത്തി. പിന്നെ ഇപ്പം പഴയ മാതിരില്ല. ഞാനും ഒരു തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലം മുമ്പ് മത്സരിച്ച കൊല്ലാണിത്. പാറക്കൽ വെയിലുള്ളാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളത് കുറച്ച് കൊണ്ടതാണ് നേരത്തെ. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ പാറക്കലിനെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താണ് മുഖം കറുക്കാത്തത് എന്നാണ്. അതായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ആദ്യത്തെ എപ്പോഴും ഞാൻ നോക്കി. ഞാൻ അവിടെ കുറ്റ്യാടിയിലെ തിരുവള്ളൂരെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേറെ കഴിഞ്ഞു. കുറച്ച് കറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ല, എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പാറക്കൽ സുന്ദരമായ മുഖം കൊണ്ടുതന്നെ നിന്നോട്ടെ. പക്ഷേ കറുത്തു പോകും. ഞാൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിട്ട് പാണക്കാട്ടേക്ക് അന്ന് കയറി ചെന്നപ്പോൾ വോട്ട് എണ്ണീറ്റില്ല. അതിന് മുമ്പ് ക്യാമ്പുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ. തങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞാലി സാഹിബ് വന്നൊരു ബാക്കി സമദാനി ബ്ലാക്ക് കടന്നു വരുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ കടത്തിരുന്നു. ഇത്തവണ ഈ കൊടും ചൂടത്ത് വെയിൽ കൊള്ളണ്ട എന്ന് തീരുമാനിച്ച സമദാനി സാഹിബിന്റെ ദീർഘവീക്ഷണം ശ്ലാഘനീയം തന്നെയാണ് കേട്ടോ. അതുപോട്ടെ, ആ കറുപ്പ് പിന്നെ എങ്ങനെയാണ് പോയി കിട്ടിയത്? നിയമസഭയുടെ ശീതളച്ചായയിൽ 5 കൊല്ലം ഇരുന്നിട്ടോ. മൂക്കിന്റെ മുകളിൽ ഇത്തിരി കണ്ണട വെച്ചെടുത്തുള്ള കറുപ്പ് ഇപ്പോൾ പോയി. അത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണടയുടെ റേഡിയേഷനും കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം അത് മാഞ്ഞു പോകാത്തത്. പടച്ചോനെ, കണ്ണടക്കും റേഡിയേഷനോ? കാലം പോയ പോക്കേ. അപ്പൊ പ്ലാറ്റിനം കൊണ്ടാണോ ഫ്രെയിം? എന്തായാലും വേണ്ടില്ല. വടകര കുറ്റ്യാടി ഭാഗത്തെ രാഷ്ട്രീയം പറ. ഒച്ചയും പൊളിയും ബഹളത്തിനൊന്നും ദാദാപുരത്ത് യാതൊരു കമ്മിയും കുറ്റ്യാടി ഭാഗത്ത് ഉണ്ടാകാറില്ല. ആവേശത്തിനും കമ്മിയില്ല. ജാഥ പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലീഗിനും UDF-നൊക്കെ കേരളത്തിൽ ബാക്കി ആരും. അതുകൊണ്ട് ദോഷം പറ്റുമെന്നുള്ള പേടി മാത്രമേ എനിക്കിപ്പോൾ അവിടെ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞാൻ സൈഡോട് പറഞ്ഞു, അവിടെ ആവേശം വളരെ കൂടുതലാണ്. പാറക്കൽ അബ്ദുള്ള ലീഗ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സമദാനി പ്രത്യേക പരിഗണന കൊടുത്തതൊന്നുമല്ല കേട്ടോ. JDU സ്ഥാനാർത്ഥിക്ക് അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാണ്. മനയത്തിനെ സംബന്ധിച്ച് ഇത്രയേറെ ഞാൻ പറയാത്തത് എന്താന്ന് വെച്ചാൽ അത് ജയിച്ച് നേരത്തെ തന്നെ കിടക്കണ UDF-ന്റെ ഒരു മണ്ഡലമാണ്. എന്നാലും സമദാനി, തെരഞ്ഞെടുപ്പല്ലേ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് വളരെ സൂക്ഷിക്കണം. പകല് സൂക്ഷിക്കണം, അതിലേറെ അന്തിക്ക് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? പണ്ടാണെങ്കിൽ ചുമരയുത്തും അങ്ങാടിയും തെരുവും നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ അന്തിപ്പാതിരെ കൊടുത്തിട്ട് ഈ സാധനം എടുത്ത് നോക്കണം. ഇതിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്ന്, വല്ല വാട്സാപ്പോ സംഗതികളോ ഇതിൽ വല്ല ഫിത്തിനി ഇറക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. വളരെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ശരി. എന്നാൽ കണ്ണടയുടെ റേഡിയേഷൻ ആവില്ല സമദാനി സാഹിബേ, ഫോണിന്റെ റേഡിയേഷൻ ആവും. വാട്സാപ്പിലാണെങ്കിൽ ഇപ്പോൾ സോളാർ പവർ പോലും വരുന്ന കാലമല്ലേ. അതുകൊണ്ടേ രാത്രി അങ്ങനെ കാര്യമായി നോക്കണ്ട. പാറക്കല്ലിന് ഇപ്പൊ ഉറക്ക് വരുന്ന കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അത് കുറെ ദിവസം ഓടിക്കണം. ഞാനിത് വരുമ്പോ മനയത്തും ഇങ്ങനെ തൂങ്ങുന്നത് കണ്ടു. ഇപ്പൊ നമ്മൾ അവർ 2 പേർക്കും മാപ്പ് കൊടുക്കുക. കാരണം അവർ ഒരുപാട് വിഷമങ്ങളുടെ വിമാനം കയറി ഇന്നലെ വന്നിന്ന് രാത്രി തന്നെ കയറേണ്ടതാണ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുകയും അവർ ഉറക്കില്ലാതെ നമുക്ക് കാത്തിരിക്കുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. ജയിച്ച് നിയമസഭയിൽ പോയിട്ട് അവിടെ ഇരുന്നുറങ്ങാൻ നാട്ടുകാർ 2 പേരെയും തുണക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊളിമിക്സ് ഉറങ്ങാൻ പോകുന്നു. ഇതുവരെ കണ്ടതിന് നന്ദി. നമസ്കാരം.